പാലക്കാട് ഞാൻ പഠിപ്പിച്ച വിക്ടോറിയ കോളേജിലെ ഒരു ഹോസ്റ്റലിൽ ഇരുന്ന് രക്തം പുരണ്ട മൺതരികൾ എഴുതുമ്പോൾ അദ്ദേഹത്തിന് പിന്തുണയുമായിട്ടുള്ളത് കുറച്ച് കൂട്ടുകാർ മാത്രമാണ്. അപ്പോൾ കലഹിച്ചിരുന്നു വ്യവസ്ഥകളോട്, മൂല്യങ്ങളോട്. ഇതല്ല ശരി എന്നുള്ളത്. ആധുനികതയെ ആ രീതിയിൽ ഇഷ്ടപ്പെട്ട് സ്വാംശീകരിച്ച് തിരിച്ച് ഫ്യൂഡൽ വ്യവസ്ഥകളോട് കലഹിക്കുന്ന ഒരു എം ടിയെ നിങ്ങൾക്ക് കാണാം. പക്ഷേ അപ്പോഴും എം ടി അറിഞ്ഞോ അറിയാതെയോ ആ ഒരു സമൂഹത്തിൻ്റെ കൂടല്ലൂരിൻ്റെ ഗ്രാമപരിസരത്ത് കുടുങ്ങിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് എം ടി പറയുന്നുണ്ട് ആ വളരെ പ്രസിദ്ധമായ വാചകം, നമ്മളെല്ലാവരും പലതവണ പറയുന്ന വാചകമാണല്ലോ, അറിയാത്ത കാര്യങ്ങൾ, അത്ഭുതങ്ങൾ ഗർഭത്തിൽ വഹിക്കുന്ന സമുദ്രങ്ങളെക്കാൾ എനിക്കിഷ്ടം അറിയുന്ന എൻ്റെ നിളാനിധിയാണ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ലോകത്തെമ്പാടുമുള്ള മനുഷ്യർക്ക് പട്ടിണിക്ക് ഒരു വികാരമേ കാണൂ, ലോകത്തെമ്പാടുമുള്ള മനുഷ്യർക്ക് പ്രണയത്തിനൊരു വികാരമേ ഉള്ളൂ. അത് ഗബ്രിയേൽ ഗാർഷ്യ മാർക്കേസിൻ്റെ ഗ്രാമത്തിൽ നിന്നാണെങ്കിലും ശരി, പ്രണയത്തിനൊരു വികാരമാണ്. അത് അപ്പുണ്ണിയിലും അത് ജ്യേഷ്ഠത്തിയിലും പ്രതിഫലിക്കുന്നത്, കുട്ടിയേട്ടത്തിയിൽ പ്രതിഫലിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് വരച്ചിടുകയാണ്. അവിടെ ആ പ്രണയത്തിന് അദ്ദേഹം കൊടുക്കുന്ന ഏറ്റവും മനോഹരമായ നിർവചനങ്ങളിൽ ഒന്ന് കാത്തിരിപ്പ് എന്നതുകൂടിയാണെന്ന് മഞ്ഞിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞു, മഞ്ഞിലൂടെയുള്ള വിമലയെ അനുഭവിക്കാത്ത പ്രണയിനികൾ ഒരു പക്ഷേ 1980-കളിലുണ്ടോ എന്ന് സംശയമാണ്, 90-കളിലുണ്ടോ എന്ന് സംശയമാണ്. കാര്യം അത്രമേൽ മഞ്ഞ് എന്ന് പറയുന്നൊരു നോവൽ പ്രണയത്തിൻ്റെ കാത്തിരിപ്പിൻ്റെ ഒരു നിസ്സഹായാവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്. മഞ്ഞിൽ പറയുന്നുണ്ട്, ഈ സുധീർ മിശ്രയെ കാത്തിരിക്കുന്ന സമയത്ത് വിമൽ പറയും, വരും, വരാതിരിക്കില്ല, കാത്തിരിപ്പിനോളം വലിയ പ്രാർത്ഥന മറ്റൊന്നില്ലല്ലോ.